എല്ലാവർക്കും അറിയാം, കണ്ടന്റ് ഫുള്ളായിട്ട് കവർ ചെയ്യണം, PYQ വർക്കൗട്ട് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നെറ്റിലെ വിജയം കുറച്ചുകൂടെ എളുപ്പമാക്കാം, പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാം എന്നൊക്കെ. എന്നാൽ ഈ PYQ വർക്കൗട്ട് ചെയ്യുന്നത് ശരിയായിട്ട് എങ്ങനെ ചെയ്യണം എന്ന് പലർക്കും അറിയില്ല. ആ ഒരു ആസ്പെക്റ്റിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യും, ടൈംഡ് ടെസ്റ്റ് ആയിരിക്കില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് ടൈം വെക്കുന്നുണ്ടാവില്ല. ആദ്യത്തെ 10-20 ചോദ്യമൊക്കെ നമ്മൾ ആലോചിച്ചിരുന്ന് കൃത്യമായിട്ടൊക്കെ ചെയ്യും. പിന്നത്തെ 30 ചോദ്യങ്ങൾ ആ ചോദ്യം വായിക്കുക, ABC മാർക്ക് ചെയ്യും, പോവും. ചെയ്തു നോക്കിയിട്ടില്ലേ അങ്ങനെ? അതാണ് ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക്. നിങ്ങൾ പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ പരീക്ഷ എഴുതുന്നത് അതേ സീരിയസ്നെസ് പറ്റുകയാണെങ്കിൽ ഫോർമലായിട്ടൊരു ഡ്രസ്സ് ധരിച്ച് കൃത്യമായിട്ട് നടുനൂന്നിരുന്ന് ലാപ്ടോപ്പ് തുറന്നു വെച്ച് സിസ്റ്റത്തിലാണല്ലോ നെറ്റ് പരീക്ഷ നടക്കുന്നത്, അതേ ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്ന I+ൻ്റെതാവട്ടെ മറ്റ് രീതികളിലാവട്ടെ, നിങ്ങൾ I+നെ പറ്റി പറയാനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ടെസ്റ്റ് എടുക്കുമ്പോൾ ടൈംഡ് ടെസ്റ്റായിട്ട് എക്സാം ഹാളിലെ എൻവയോൺമെൻറ്റ് എത്രത്തോളം ക്രിയേറ്റ് ചെയ്യാമോ അത്രത്തോളം ക്രിയേറ്റ് ചെയ്യുക. മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ടെസ്റ്റ് എടുത്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ മാറും. പരീക്ഷാ ഹാളിൽ പോയിട്ട് പലർക്കും വരുന്ന ഒരു മിസ്റ്റേക്കാണ് മൈൻഡ് സെറ്റിലെ മിസ്റ്റേക്ക് കാരണം, മൈൻഡ് സെറ്റിലെ പ്രശ്നങ്ങൾ കാരണം പഠിച്ച ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കൺഫ്യൂഷനായി പോവും. ടെസ്റ്റിൻ്റെ സ്കോറ് നിങ്ങളെടുത്ത എഫേർട്ടുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ വളരെ താഴ്ന്നു പോകുന്നത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അത് ഒഴിവാക്കാം. ടൈംഡ് ടെസ്റ്റായിട്ട് എക്സാം ഹാളിലെ എൻവയോൺമെൻറ്റ് എന്താണോ അതേ എൻവയോൺമെൻറ്റിൽ ടെസ്റ്റ് എടുക്കാൻ പരമാവധി ശ്രമിക്കുക. എപ്പോഴും അത് പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ ഇരുന്ന് ടെസ്റ്റ് എടുക്കേണ്ടി വരും. യാത്രയുടെ ഇടയിൽ ഒരു 5 മിനിറ്റ് കിട്ടുമ്പോൾ ക്വിസ് അറ്റൻഡ് ചെയ്യാം, ചോദ്യങ്ങൾ പഠിക്കാം. അതൊന്നും ഞാൻ തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് എടുക്കുകയോ പരമാവധി നമുക്ക് പോസിബിൾ ആവുന്ന ഒക്കേഷനിലെല്ലാം PYQ വർക്കൗട്ട് ചെയ്യുന്നത് എക്സാം ഹാളിലെ എൻവയോൺമെൻറ്റ് റീക്രിയേറ്റ് ചെയ്ത് അതേ മൈൻഡ് സെറ്റോട് കൂടി ആവട്ടെ. അത് പഠനത്തിൽ ഹെൽപ്പ് ചെയ്യും, പരീക്ഷാ ഹാളിലും നിങ്ങളെ അൾട്ടിമേറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ പോയിന്റ്, ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. പല വിദ്യാർത്ഥികളും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. ഈ PSCക്ക് ഒക്കെ ആളുകൾ ഇത് ചെയ്യുന്നത്. പല ഫോർമാറ്റിലുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നതുകൊണ്ട് തന്നെ ഇത് കാണാറുണ്ട്. ചോദ്യം നോക്കും, ഉത്തരങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യും, ഏറ്റവും അവസാനം ആൻസർ കീ നോക്കിയിട്ട് 1 A ഇത് ശരി, B തെറ്റ് എന്ന് നോക്കിയിട്ട് ചോദ്യങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് എനിക്ക് 50-ൽ 25 എണ്ണം ശരിയായി, അല്ലെ 30 എണ്ണം ശരിയായി എന്ന് പറഞ്ഞ് പ്രിപ്പറേഷൻ അവിടെ നിർത്തും. ശരിക്കും ഈ ചോദ്യങ്ങൾ കുറെ ABCD എന്ന് എഴുതിയിട്ട് അത് ശരിയോ തെറ്റോ നോക്കുന്നത് PYQ ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടിന്റെ ഒരു 25% കാര്യങ്ങളെ ആവുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അത്രേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഈ തെറ്റിയ ചോദ്യങ്ങൾ ഏതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് അത് പഠിക്കുക. വീക്കായിട്ടുള്ള ഏരിയ ആണെങ്കിൽ, ആവർത്തിച്ച് തെറ്റുന്ന ഒരു ഏരിയ ആണെങ്കിൽ അത് തൊട്ടടുത്ത ദിവസം ഒരു ഫുൾ ഡേയോ ഹാഫ് ഡേയോ 2 hours പഠിക്കാനായിട്ട് അലോട്ട് ചെയ്യുക. എന്തുകൊണ്ട് ഈ ചോദ്യം തെറ്റി എന്നുള്ള ഒരു അനാലിസിസ് നടത്തുക. 1 hour ഉള്ള ഒരു ടെസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് 3 to 4 hours ഇതിൻ്റെ പ്രോപ്പർ അനാലിസിസിനായിട്ടും പഠനത്തിനായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ആൻസർ കീ നോക്കിയിട്ട് തെറ്റ് ശരി 50-ൽ 25 എന്ന് കണ്ടുപിടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പഠനത്തിന് എന്ത് പ്രയോജനമാണ് തരുന്നത്? ആലോചിച്ച് നോക്കിയേ. ആ തെറ്റിയ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നോളജ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു, ആ നോളജ് അപ്ലൈ ചെയ്തപ്പോൾ ഇത്ര കിട്ടി എന്ന് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ വീക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ആ തെറ്റിയ ചോദ്യങ്ങൾ നോക്കുക എന്നുള്ളത്. വീക്ക് ഏരിയ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക, അല്ലെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്ത ഏരിയകൾ പഠിച്ചെടുക്കുക എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ആ തെറ്റിയ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ട് ആ ടോപ്പിക്കുകൾ നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ PYQൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള യൂസ് നിങ്ങൾ മിസ് ഔട്ടായി പോവുക. 75% ഓഫ് യൂസ്ഫുൾനെസ് മിസ്സാവുകയാണ് ഈ ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിൽ. മൂന്നാമത്തെ പോയിന്റാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഅക്യുറേറ്റ് ആയിട്ടുള്ള ഇൻകൺസിസ്റ്റൻസി ഉള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നെറ്റ് എക്സാമിനാണെങ്കിൽ NTA തന്നെ 2019 തുടങ്ങി 5-6 വർഷത്തെ പരീക്ഷ നടത്തി അതിൻ്റെ ചോദ്യ പേപ്പറുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഏറ്റവും ഒടുവിലത്തെ വർഷം തുടങ്ങി, ഇപ്പം 2026-ലാണ് നിങ്ങൾ പരീക്ഷ തയ്യാറെടുക്കുന്നതെങ്കിൽ 2025 ഡിസംബർ, 25 ജൂൺ, 24 ഡിസംബർ, 24 ജൂൺ എന്നിങ്ങനെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ആദ്യം എടുക്കുകയും ഏറ്റവും അക്യുറേറ്റ് ആണെന്ന് ഉറപ്പുള്ള ഒരു സോഴ്സിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. I+ൻ്റെ കയ്യിലൊക്കെ ഇതിൻ്റെ ഫുൾ റെപ്പോസിറ്ററി നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കുട്ടികളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും
എല്ലാ സാധനങ്ങളും 2-3 റൗണ്ട് എറർ ചെക്ക് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. പലപ്പോഴും പുസ്തകങ്ങളൊക്കെ വാങ്ങി കുട്ടികൾ പഠിക്കുന്ന കാണാറുണ്ട്. ഒരു തവണ പ്രിന്റ് ചെയ്താൽ ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു മീഡിയയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. PYQ ആവുമ്പോൾ മനുഷ്യരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എറേഴ്സ് ഉണ്ടാവും. I+ലും എററുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് തിരുത്താൻ പറ്റും എളുപ്പത്തിൽ. ഒരാൾ കണ്ടാൽ വേറൊരാൾ ആ എറർ പഠിക്കേണ്ടി വരില്ല, പക്ഷെ ബുക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഇൻഅക്യുറസീസ് ഉള്ള, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള ചോദ്യപേപ്പറുകൾ ഉപയോഗിക്കാത്തതും PYQ വെച്ച് പഠിക്കുമ്പോൾ ഉള്ള വളരെ വലിയൊരു പരിമിതിയാണ്. അതുപോലെ ഓർക്കുക, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടൊപ്പം സിലബസ് പഠിക്കുന്നതിനോടൊപ്പമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പഠനത്തിനെ എൻഹാൻസ് ചെയ്യേണ്ടത്. അല്ലാതെ ടോപ്പിക്ക് പഠിക്കുന്നതിന്, സിലബസ് കവർ ചെയ്യുന്നതിനുള്ള ഒരു ബദൽ വഴി അല്ലെങ്കിൽ അതിനൊരു ആൾട്ടർനേറ്റ് അല്ല PYQ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി. കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺവേ ആയി എന്ന് ഞാൻ കരുതുന്നു. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. എക്സാം എൻവയോൺമെന്റിൽ ടൈംഡ് ടെസ്റ്റുകൾ എടുക്കുക. അടുത്തതായിട്ട് തെറ്റിയ ചോദ്യങ്ങളാണ് നിങ്ങളുടെ ഫ്രണ്ട്, അതിനെ ഫോക്കസ് ചെയ്ത് തെറ്റിയ ഏരിയകൾ പഠിച്ചാലാണ് സ്കോർ എൻഹാൻസ്ഡ് ആവുന്നതെന്ന് ഓർക്കുക. മൂന്നാമതായിട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള, ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അടക്കമുള്ള ചോദ്യങ്ങൾ വെച്ച് ഓപ്ഷൻസ് കൂടി റെഫർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെ ആർക്കും വിജയത്തിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ. കൃത്യമായിട്ട് വർക്കൗട്ട് നടത്തുക. വിജയം നിങ്ങളുടേതാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.